ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ആദില ഇപ്പോൾ അവിടെ എന്താണ് കാണിക്കുന്നതെന്ന് ഒരു രൂപമില്ല. കാരണം പുള്ളിക്കാരത്തി വെറുപ്പിച്ചിട്ടേ പുറത്തേക്ക് പോവുള്ളൂ എന്ന ആ ഒരു നിലപാടിലാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ നന്നായിട്ട് വന്ന പൂമ്പാറ്റകൾ അല്ലേ, പൂമ്പാറ്റകൾ എന്ന് പേരൊക്കെ കൊടുത്തിട്ട് വളരെ നന്നായിട്ട് വന്നിട്ട് മനോഹരമായിട്ട് നിന്ന് വലിയ അഭ്യാസ പ്രകടനങ്ങളൊന്നും കാഴ്ചവെച്ചിട്ടില്ലെങ്കിൽ പോലും ആരെയും വെറുപ്പിക്കാതെ നിന്ന രണ്ട് പെൺകുട്ടികളായിരുന്നു ഈ ആദിലയും നൂറയും. പക്ഷെ ഇപ്പോ ആദില എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈവ് കാണുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പുള്ളിക്കാരത്തി കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അനീഷിനെയാണ്. അനീഷിന്റെ പിന്നാലെ നടന്ന് അയാളെ വട്ട് പിടിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, ഭ്രാന്ത് പിടിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഇപ്പൊ പുള്ളിക്കാരത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നൂറ നല്ല ഒതുക്കമുള്ള ആളായിരുന്നു. പക്ഷെ നൂറയുടെ ഗെയിമിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ആദിലയുടെ കോപ്രായങ്ങൾക്ക് പലതിനും നൂറ കൂട്ടു നിൽക്കുകയും നൂറയും ഇപ്പോൾ അതുപോലെ പ്രൊവോക്കേഷനുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നൂറയും. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആദിലയെ എല്ലാവരുടെയും പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നൂറ വളരെ മനോഹരമായിട്ട് അവിടെ നിന്ന് ഗെയിം കളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നൂറയ്ക്ക് ഗെയിം എന്താണെന്ന് അറിയാം. ഈ ടാസ്കുകൾ ഇവിടെ കൊടുക്കുന്നതൊക്കെ എന്താണെന്ന് അത്യാവശ്യമൊക്കെ കുറച്ചെങ്കിലും അറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നൂറ. അപ്പോൾ ഈ ആദിലയാണ് നൂറയെ കൂടി കുഴപ്പത്തിലേക്ക് കൊണ്ട് കാണിക്കുന്നത്, കുഴപ്പത്തിലേക്ക് കൊണ്ട് തള്ളിയിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മുമ്പൊരു സീസണിൽ നമ്മുടെ ഫിറോസ് ഖാനും സജിനയും കൂടി വന്നത്, അവര് ഒറ്റ ടീമായിട്ടാണ് വന്നതെങ്കിൽ പോലും അവർ വൈൽഡ് കാർഡായിട്ട് വന്ന സമയത്ത് പക്ഷേ പലപ്പോഴും ഫിറോസ് ഖാന്റെ പ്രവൃത്തി മൂലം സജിനയ്ക്ക് കൂടി ലാലേട്ടന്റെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കുകയും അതുമാത്രമല്ല സജിനയ്ക്ക് കൂടി അവിടെ ഫിറോസ് ഖാൻ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എഴുന്നേറ്റ് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് അതുപോലെ തന്നെ പുറത്തേക്ക് പോവേണ്ട സാഹചര്യവും ഉണ്ടായി. ഇപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ആദില കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദില ഭയങ്കര ഒരു രക്ഷയല്ല, ആദില ഭയങ്കര വെറുപ്പീരാണ്. അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷ് കിടന്നുറങ്ങുന്ന സമയത്ത്, അനീഷ് മാത്രമല്ല കേട്ടോ, വേറെയും പലരും, ജിഷിനുണ്ട്, അതുപോലെ അക്ബർ ഉണ്ട്, ഇവരൊക്കെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞ ഒരു സമയം 2 മണിക്കകത്തുള്ള ഒരു സമയത്ത് ഈ ആദില വന്നിട്ട് കാണിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുഖത്തേക്ക് ഒരു ക്രീം, എന്ത് ക്രീമാണെന്ന് അറിയില്ല, ഇനി ഷേവിൻ ക്രീമാണോ എന്താണെന്ന് അറിയില്ല, ആ ക്രീം കൊണ്ട് ഓരോരുത്തരുടെയും ശരീരത്ത് പിതുക്കി വെച്ചു കൊടുക്കുകയാണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ അനീഷിന്റെ മുഖത്താണ് ആ ക്രീം കൊണ്ടുവന്ന് തേച്ച് കൊടുക്കുന്നത്. എന്ത് വൃത്തികേടാ ഈ ഒരു സ്ത്രീ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. തീരെ കുഞ്ഞു വാവയൊന്നും അല്ലല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട്. ശരിക്കും അവിടെ ഒരു വലിയ പൊട്ടിത്തെറിക്ക് അത് മതി. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആരും അതിനെ ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല, ആരും അതിനെ ഒന്നും മിണ്ടിയിട്ടൊന്നുമില്ല അതേക്കുറിച്ചിട്ടൊന്നും. പക്ഷെ ആ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം ആദില ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവിടെ എന്തൊക്കെയോ ആവാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദില ഓർക്കേണ്ട കാര്യമാണ്, ആദില പുറത്ത് വരുമ്പോഴും നിങ്ങൾക്ക് പുറത്ത് ജീവിക്കേണ്ടതാണ്. എന്നും ജീവിതകാലം മുഴുവനും ബിഗ് ബോസ് വീടിനുള്ളിൽ ഒതുങ്ങി കഴിയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആ ഒരു വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് ജീവിക്കേണ്ടവരാണ് നിങ്ങൾ. അപ്പോൾ ഒന്നാമത് സമൂഹത്തിൽ നിങ്ങളെ ഒരു അവഗണനയോട് കൂടി കാണുന്ന ആളുകളാണ് കൂടുതലും, നിങ്ങളുടെ വീട്ടുകാരുൾപ്പെടെ. അപ്പോൾ നിങ്ങൾ ഈ മാതിരി തരങ്ങളും കൂടി കാണിച്ചിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ നിങ്ങളെ പോലുള്ള ആളുകൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് സപ്പോർട്ട് ഇല്ലെങ്കിലും നമ്മുടെ പങ്കാളിയുടെ സപ്പോർട്ട് മാത്രം മതി എന്നായിരിക്കും. പക്ഷെ അതൊന്നും ലൈഫിൽ ഒരിക്കലും അങ്ങനെ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? നമ്മുടെ സമൂഹത്തിൽ, നമ്മളൊരു സമൂഹ ജീവിയാകുമ്പോൾ നമുക്ക് സമൂഹത്തിലുള്ള എല്ലാവരുമായിട്ടും അത്യാവശ്യം സ്നേഹമായിട്ട് സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോവേണ്ട സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ബിഗ് ബോസിനകത്ത് വന്നിട്ട് വെറുപ്പിച്ചിട്ടേ ഞാൻ പോവുള്ളൂ എന്നും പറഞ്ഞിട്ടിരിക്കരുത്. പരമാവധി എല്ലാവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുക. സൗഹൃദം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും വെറുപ്പിച്ചിട്ട് പോവാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീടെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദിലയെ അവിടെ നിലനിർത്താനായിട്ട് ആരും ശ്രമിക്കാതിരിക്കുകയാണെങ്കിൽ നൂറെങ്കിലും കളിച്ച് മുന്നേറി വരും. ആദിലയുടെ ഈ എന്താണ്, മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുക, ആദിലയുടെ ഒരു കൂറ സ്വഭാവം ഉണ്ടല്ലോ, ആദിലയുടെ ഈ കൂറ സ്വഭാവത്തിൽ
പെട്ടുപോകുന്നത് നൂറ കൂടിയാണ്. എന്തായാലും അവർ ലൈഫ് പാർട്ട്ണറാണ്, അവർ പുറത്തിറങ്ങുമ്പോൾ അവർ പാർട്ട്ണറായിട്ട് ഒരുമിച്ച് ജീവിച്ചോട്ടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ആദില മൂലം നൂറയുടെ ഗെയിമും കൂടി അലിമ്പിക്കളയാതെ ആദിലയെ പുറത്തേക്ക് വിട്ടിട്ട് നൂറയെ അവിടെ നിർത്തുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.